ഓപ്പറേഷൻ സിന്ദൂറോട് കൂടി തന്നെ ഇസ്രായേലിന്റെ ലോറ മിസൈലുകൾ കൂടുതലായി വാങ്ങാൻ ഇന്ത്യ ശ്രമം നടത്തിയിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാൻ ഇന്ത്യൻ ആക്രമണങ്ങളുടെ യഥാർത്ഥ കരുത്തറിയിച്ചത് ബ്രഹ്മോസ് മിസൈലുകൾ തന്നെയാണ്. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം വൈകാതെ തന്നെ ലോറ മിസൈലുകൾ ഇന്ത്യയിൽ അസംബിൾ ചെയ്യാനും പിന്നീട് നിർമ്മിക്കുവാനുമുള്ള കരാർ ഇസ്രായേലുമായി വൈകാതെ തന്നെ ഇന്ത്യ ഒപ്പുവയ്ക്കും എന്നതാണ്. ഇതോടുകൂടി തന്നെ മിസൈൽ പവറിൽ ഇന്ത്യ ഒരു അപൂർവ ശക്തിയായി തന്നെ ഉയരുന്നതായി തന്നെ കാണാൻ സാധിക്കും. ഇസ്രായേലിന്റെ ആയുധങ്ങളുടെ കരുത്ത് അതിർത്തി കടക്കാതെ തന്നെ കറാച്ചി മുതൽ ചൈന വരെ ലക്ഷ്യമിടാനാണ് സാധിക്കുന്നവയാണിത്. അതേപോലെ തന്നെ ശക്തിയും വേഗതയും ഒന്നിച്ച് ബ്രഹ്മോസ് മിസൈലുകൾക്കൊപ്പം തന്നെ ഇന്ത്യൻ വ്യോമസേന ഇസ്രായേലിന്റെ ക്വാസ ബാലിസ്റ്റിക് സൂപ്പർസോണിക് മിസൈലായ ലോറ സ്വന്തമാക്കാൻ അത് ഒരുങ്ങുന്നതിന്റെ ഏറ്റവും കൂടുതൽ അസ്വസ്ഥതയാകട്ടെ അത് പ്രകടമായിരിക്കുന്നത് പാകിസ്ഥാനിൽ തന്നെയാണ് എന്നും ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. യുദ്ധവിമാനങ്ങളിൽ നിന്നും സുരക്ഷിതമായ അകലത്തിൽ നിന്നും അയക്കാൻ കഴിയുന്നതും അവിടെ നിന്ന് മാത്രമല്ല കൃത്യതയോടെ ലക്ഷ്യസ്ഥാനം തകർക്കാനുമുള്ള ഒരു കഴിവ് അത് ലോറയ്ക്ക് ഉണ്ട് എന്നതാണ് വിശ്വസിക്കപ്പെടുന്നത്. ലോറയുടെ ആ കഴിവ് അപാരമായി തന്നെ കണക്കാക്കപ്പെടുന്നു. ലോറ എന്നാൽ ലോങ് റേഞ്ച് ആർട്ടിലറി എന്നതാണ് അർത്ഥം വരുന്നത്.